ഹലോ, ഞാൻ റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CCT മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിലെ ചാപ്റ്റർ 3 ഫിസിക്സില്, ജനറൽ സയൻസിൽ ഫിസിക്സ്. അതിൽ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇന്റർനാഷണൽ സിസ്റ്റം. അപ്പൊ നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ജനറൽ സയൻസ് കെമിസ്ട്രിയിലെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയതുകൊണ്ടാണ് നമ്മളിത് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇത്രയുള്ള കാര്യം, നമ്മൾ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ജനറൽ സയൻസ് കെമിസ്ട്രിയിൽ ചെയ്തപ്പോൾ ലെവൽ 1, 2, 3, 4 ആയിരുന്നു അതിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്ത് അത് ക്യാമറയുടെ ക്ലാരിറ്റി പോയതുകൊണ്ട് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരുന്നു. പിന്നെ ആ ടൈമിൽ തന്നെ നമ്മൾ വീഡിയോ ചെയ്തു. അപ്പൊ അത് പകുതി വെച്ച് നമുക്കെന്ന് വെച്ചാൽ കുറെ ഭാഗം നമ്മൾ എടുത്ത് ലെവൽ 3 വരെ എന്തൊക്കെ ആയി തോന്നുന്നു. പക്ഷെ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു, ക്യാമറയുടെ ക്ലാരിറ്റി പോയി. ഡിലീറ്റ് ചെയ്തില്ല, നമുക്കത് അപ്ലോഡ് ചെയ്യേണ്ടി വന്നു. കാരണം നമുക്ക് ആദ്യത്തെ വീഡിയോ നമ്മുടെ ഡിലീറ്റ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞല്ലോ, ക്യാമറയുടെ ക്ലാരിറ്റി പോയതുകൊണ്ട് തന്നെ. അപ്പം പിന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്തില്ല, കാരണം അത് വലിയൊരു നഷ്ടമായിരിക്കും. കാരണം നമുക്ക് ഫിനാൻഷ്യലി ചെലവുണ്ട്. അത് മാത്രമല്ല, എന്താ പറയാ, നമ്മുടെ ടൈം കാര്യങ്ങളും എല്ലാം പോകും. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ചെയ്തില്ല. പിന്നെ ഒരുപാട് ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ഭാഗം ക്യാമറ ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്തേക്കുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ജനറൽ സയൻസ് കെമിസ്ട്രിയിലാണ്. പിന്നെ രണ്ടാമതൊരു വീഡിയോ ഞാൻ ഒരു വീഡിയോ ചെയ്യാന്നാണ് വിചാരിച്ചത്. പ്രിന്റഡ് ആയിട്ടുള്ള ആൻസേഴ്സ് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ ടിക്ക് ചെയ്തേക്കാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പൊ ചിലപ്പോൾ തെറ്റ് വരാൻ മനുഷ്യനായതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്രിന്റഡ് ആയിട്ടുള്ള ആൻസർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് വീഡിയോ ഫെയിലിയർ ആയി ഞാൻ പറഞ്ഞല്ലോ ചെയ്തത്. പിന്നെ നമ്മൾ രണ്ടാമത് ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ആ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഉപകാരം എന്ന് ഞാൻ പറയാം. ഉപകാരം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഞാനത് ക്ലാസ് ആയിട്ടല്ല എടുത്തേക്കണേ. എന്റെ അധികം സംസാരവും കാര്യങ്ങളൊന്നും ആ വീഡിയോയിൽ വരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് പറയാന്ന് വിചാരിച്ചത് തന്നെ. അപ്പൊ നമ്മൾ വീഡിയോ കാണിച്ചു പോയി, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ നമ്മളായിട്ട് അതിൻ്റെ അകത്തൊരു വലിയ റോളൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പ്രിന്റഡ് ആയിട്ടുള്ള ആൻസേഴ്സും നമുക്ക് അതിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല. പിന്നെ നമ്മൾ അതേ ദിവസം തന്നെ വേറെ വീഡിയോ കണ്ടിന്യൂ ചെയ്യണ രീതിയിൽ തന്നെ തുടർച്ച എന്നോണം നമ്മൾ വേറെ വീഡിയോ ചെയ്തു. അതിൽ തന്നെ പ്രിന്റഡ് ആൻസേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയുള്ള കാര്യം, നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ 2 വീഡിയോ നിങ്ങൾ ഒന്നിച്ച് വാച്ച് ചെയ്യണം. വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞുള്ള ക്യാമറയുടെ ക്ലാരിറ്റി പ്രശ്നമുള്ള വീഡിയോ, അത് ലാസ്റ്റ് ഭാഗത്ത് ക്യാമറ ക്ലാരിറ്റിയുടെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ആ വീഡിയോ, പിന്നെ രണ്ടാമത് ചെയ്ത വീഡിയോ പ്രിന്റഡ് ആൻസേഴ്സ് ഒക്കെ വരുന്ന വീഡിയോ നിങ്ങൾ ഒന്നിച്ച് വാച്ച് ചെയ്യണം. അപ്പൊ പിന്നെ കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടും, എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഫുൾ എല്ലാ വീഡിയോ, എന്താ പറയാ, ഈ ബുക്കിലുള്ള എല്ലാ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അതിൽ നമ്മൾ വരുന്ന രീതിയിലാണ് വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയാണ് നമ്മളിപ്പോ ഇത്രയും പറയുന്നത്. അപ്പൊ അതൊന്ന് ദയവായി ശ്രദ്ധിക്കാം. പിന്നെ ഈ രീതിയിൽ നമ്മൾ പറയാൻ കാരണം വെച്ചാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതാണ് അതുകൊണ്ടുള്ള ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മളിത് പറയാതിരുന്ന ഒരിക്കലും ശരിയാവില്ല. കാരണം വെറുതെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ 2 വീഡിയോ നമ്മൾ റിലേറ്റ് ചെയ്ത് വാച്ച് ചെയ്യണതും വളരെയധികം ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ശരിക്കും ചില കാര്യങ്ങൾ നമ്മൾ കണക്കൂട്ടുന്ന പോലെ വരില്ല. കാരണം ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചെങ്കിലും കണക്കൂട്ടുകൾ തെറ്റി 2 വീഡിയോയും മാറിയത്. അപ്പൊ ഞാൻ പറയണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നിങ്ങളുടെ സൗകര്യം നോക്കുമ്പോൾ ശരിക്കും നമ്മൾ വ്യൂവേഴ്സിന്റെ കംഫർട്ടബിൾ നമ്മൾ കണക്കാക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നതായിരുന്നു നല്ലത്. പക്ഷെ നമുക്കത് സാധിച്ചില്ല എന്നുള്ളത് വളരെ വിഷമമുള്ള കാര്യം തന്നെയാണ്. അപ്പൊ പ്രിന്റഡ് ആയിട്ടുള്ള ആൻസേഴ്സ് എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ഇതായിട്ടുള്ള സ്റ്റൈലിൽ നമ്മൾ ചിലപ്പോൾ ടിക്ക് ചെയ്യുമ്പോഴൊക്കെ തെറ്റി വരാൻ സാധ്യതയുണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആവുമ്പോൾ. അപ്പം ഈ ഒരു രീതിക്കാകുമ്പോൾ നിങ്ങൾക്ക് CCTക്ക് വേണ്ടി നല്ല രീതിയിൽ ഉപകരിക്കും. കാരണം കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും.
കാരണം മൗനമായിട്ടുള്ള വീഡിയോ ആണ്. അപ്പം നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കുറെ കൂടി നന്നായിട്ട് തന്നെ. നമ്മൾ ക്ലാസ് എടുക്കുന്നതിനേക്കാൾ നന്നായിട്ട് എനിക്ക് തോന്നുന്നു ഇതുപോലത്തുള്ള വീഡിയോസ് വളരെ നല്ലതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പം നിങ്ങൾക്കത് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് CSET വേണ്ടി നല്ല രീതിയിൽ ആ വീഡിയോ ഉപകരിക്കുകയും ചെയ്യും. പിന്നെ ഈ രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടി വന്നതിന് ദയവേദ എന്നോട് ക്ഷമിക്കണമെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം നേരത്തെ പറഞ്ഞല്ലോ, ഒരു വീഡിയോ ഇട്ട് നമ്മൾ ചെയ്യേണ്ടതായിരുന്നു, അത് 2 വീഡിയോ എന്നുള്ള രീതിയിലേക്ക് സെറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പൊ അതൊക്കെ നിങ്ങൾ ദയവേത് മനസ്സിലാക്കണം. നമുക്കല്ലാതെ നിവർത്തിയില്ല. പിന്നെ ഇത്രയും ടൈം എടുത്ത് ഞാനത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ്. കാരണം CSET എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്താ പറയാ, നിങ്ങൾക്കത് ഉപകാരം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അത് ശരിയാവില്ല. അതുകൊണ്ടാണ് പ്രത്യേകത്ത് പറഞ്ഞത്. പിന്നെ എനിക്ക് സത്യം ആ വീഡിയോ ക്യാമറ ക്ലാരിറ്റി പ്രശ്നം ഫസ്റ്റ് വീഡിയോയിൽ വന്നെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ നമ്മള് ക്ലാസ് എടുക്കുന്നതിനേക്കാളും കുറെ കൂടി പെർഫെക്റ്റ് ആയ രീതി തന്നെയാണ് ആ വീഡിയോ നമുക്ക് എടുത്ത് പോകേണ്ടി വന്നേക്കുന്നത്. കാരണം ക്ലാസ് എടുക്കുമ്പോൾ ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അങ്ങനത്തുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അങ്ങനെയുള്ള തെറ്റുകളൊക്കെ ചിലപ്പോൾ വരാം. ഇത് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, കാരണം എൻ്റെ സൗണ്ടേ ഇല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നുള്ള പ്രത്യേകം നിങ്ങളോട് പറയാണ്. ആ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചത്. അത്രേ ഉള്ളൂ. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് വീഡിയോ എന്താ പറയാ, ക്യാമറയുടെ ക്ലാരിറ്റി പോയെങ്കിലും എനിക്ക് ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ഞാൻ ഈ വീഡിയോ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് ആ വീഡിയോയിൽ പറയാൻ സാധിച്ചില്ല. ആ സമയത്ത് പറയാൻ തോന്നിയതുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാന്ന് വെച്ചത്. കാരണം അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. അല്ലെങ്കിൽ പ്രിന്റഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ ആ വീഡിയോയിൽ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ അത് നമ്മൾ ചെയ്യാതിരിക്കാന്ന് പറയുമ്പോൾ അതും ഒരു തെറ്റ് തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം ക്യാമറ ക്ലാരിറ്റി ഇല്ലെങ്കിൽ പോലും എനിക്ക് വേണ്ടി പ്രിന്റഡ് ആയിട്ടുള്ള അത്രയും സെക്ഷന്റെ വേണമെങ്കിൽ ആൻസേഴ്സ് കാണിക്കായിരുന്നു. ഇതിപ്പോ ജസ്റ്റ് ആ ഒരു രീതിയിലുള്ള വീഡിയോ മാത്രമായി പോയി. കാരണം പ്രിന്റ് ആയിട്ടുള്ള ആൻസേഴ്സും ഇല്ല, ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രം ഒന്ന് വീഡിയോയിൽ കാണിച്ചു പോകുന്ന ഒരു അവസ്ഥയിൽ പോയി. പിന്നെ ക്ലാസ് എടുക്കുന്ന രീതിയിലുള്ള വീഡിയോമല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാനിതിപ്പോ എടുത്ത് പറയുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങളുടെ മനസ്സിലൊന്ന് എന്താ പറയാ ഓർത്ത് വെക്കണം. അത്ര നമുക്ക് പറയാനുള്ളൂ. ഒരു 10 മിനിറ്റ്സ് ഇതിനു വേണ്ടി പോയി. എന്തായാലും നല്ലൊരു കാര്യമായതുകൊണ്ട് പോട്ടെ. എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ജനറൽ സയൻസ് ഫിസിക്സില് ഇന്റർനാഷണൽ സിസ്റ്റം ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്റർനാഷണൽ സിസ്റ്റം. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, വേറെ ഒന്നുമല്ല. കഴിഞ്ഞ വീഡിയോയിലാണ് നമ്മൾ ഈ പ്രിന്റഡ് ആയിട്ടുള്ള ആൻസർ കൊടുത്തേക്കുന്നത്. ചില ഫിസിക്സും അതുപോലെ തന്നെ പ്രിന്റഡ് ആയിട്ടുള്ള ആൻസേഴ്സും നമ്മൾ ഉൾക്കൊള്ളിച്ചേക്കുന്നത്. പിന്നെ അതിന് മുന്നത്തെ വീഡിയോയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ തുടക്കം എന്നുവെച്ചാൽ ലെവൽ 1, ലെവൽ 2 എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയേക്കുന്നത് ജനറൽ സയൻസ് കെമിസ്ട്രിയിൽ. അപ്പൊ ഞാൻ ഒന്ന് ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞെന്നുള്ളൂ. കഴിഞ്ഞ വീഡിയോ എന്ന് പറയുമ്പോൾ പ്രിന്റഡ് ആയിട്ടുള്ള ആൻസേഴ്സ് വരുന്ന വീഡിയോ ജനറൽ സയൻസ് കെമിസ്ട്രിയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ. അതിന് മുന്നത്തെ വീഡിയോയില് അതിന്റെ ആദ്യത്തെ ഭാഗങ്ങളൊക്കെ ലെവൽ 1, 2, 3, 4 എന്ന് പറഞ്ഞ് 4 ഭാഗം വരുന്നുണ്ട്. അപ്പൊ അതില് ലെവൽ 1 ഉം 2 ഒക്കെ നമ്മള് കഴിഞ്ഞ വീഡിയോന് മുന്നേ ചെയ്ത വീഡിയോയിലാണ് വരുന്നത്. അത്രേ ഉള്ളൂ. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയണം. അപ്പൊ അതുകൊണ്ട് പറഞ്ഞോളൂ. അപ്പൊ എല്ലാം ദയവേത് മനസ്സിൽ വെക്കുക. അപ്പൊ നമുക്ക് ഇനി ക്ലാസ് തുടങ്ങാം. ഇന്റർനാഷണൽ സിസ്റ്റം കേട്ടോ. ഇന്റർനാഷണൽ സിസ്റ്റം ജനറൽ സയൻസ് ഫിസിക്സില് ഇന്റർനാഷണൽ സിസ്റ്റം. ജനറൽ സയൻസ് ഫിസിക്സില് ഇന്റർനാഷണൽ സിസ്റ്റം. In 1960, the General Conference on Weights and Measures gave official status to a single practical system, the System International System of Units, abbreviated as SI in all languages. The SI system is a modernized version of the metric system having the following 7 basic units. Table 3.2 7 basic SI units. Basic unit quantity symbol year of adoption. Basic unit quantity symbol year of adoption. Meter unit of length m 1960. Kilogram unit of mass kg 1960. Second unit of time s 1948. Ampere unit of electric current a 1987. Kelvin unit of thermodynamic temperature k
1967. Candela, unit of luminous intensity, CD 1967. Mole amount of substance, mole 1971. ഇതാണ് ടേബിൾ 3.27 ബേസിക് SI യൂണിറ്റ്സിൽ വരുന്നത്. അപ്പൊ ഇന്റർനാഷണൽ സിസ്റ്റം ടേബിൾ 3.27 ബേസിക് SI യൂണിറ്റ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ സൈഡിൽ ടോപ്പിക്സ് ഉണ്ട്, നമുക്കത് നോക്കാം. നല്ല മഴയുണ്ട് കേട്ടോ, അതിന്റെ സൗണ്ടാണ് നിങ്ങൾ വീഡിയോയിൽ കേൾക്കുന്നത്. ദയവേത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് പറയാനുള്ളത് മേജർ ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ്. മേജർ ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ് acoustics. Acoustics studies the production and properties of sound. Atomic physics examines the structure, properties and behavior of the atom. Biophysics applies the tools and techniques of physics to the study of living things and life process. Cryogenics studies the behavior of matter at extremely low temperatures. Electrodynamics analysis the relationship between electrical and magnetic forces. Fluid physics deals with the behavior and movement of liquid and gases. Geophysics is the study of the earth and its atmosphere and waters by means of the principles of physics. Health physics involves the protection of people who work with or near radiation. It is also sometimes called radiation protection. Mathematical physics is the study of mathematical systems that stand for physical phenomena. Mechanics deals with the behavior of objects and system in response to various forces. Mechanics deals with the behavior of subjects and systems in response to various forces. Molecular physics examines the structure, properties and behavior of molecules. Nuclear physics is concerned with the structure and properties of the atomic nucleus and with the nuclear relations and their applications. Nuclear physics is concerned with the structure and properties of the atomic nucleus and with the nuclear relations and their applications. Optics is the study of the nature and effects of light as well as vision. Particle physics also called high energy physics analyzes the behavior and properties of elementary particles. Plasma physics is concerned with the study of highly ionized gases, that is gases that have been separated into positively and negatively changed particles. Quantum physics includes various areas of study based on quantum theory. It deals with matter and electromagnetic radiation and the interactions between them. Solid state physics, also called the condensed matter physics, examines the physical properties of solid materials. Thermodynamics is the study of heat and other forms of energy and of the conversion of energy from one form to another. Thermodynamics is the study of heat and other forms of energy and of the conversion of energy from one form to another. മേജർ ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്റർനാഷണൽ സിസ്റ്റം പറഞ്ഞിരുന്നു, പക്ഷെ ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ നമ്മൾ ടേബിൾ 3.27 ബേസിക് SI യൂണിറ്റ്സ് പറഞ്ഞു. അതിന്റെ താഴെ തന്നെ ടേബിൾ 3.3 കോമൺ ഡെറൈവഡ് യൂണിറ്റ്സും കൂടി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളത് ഒരിക്കൽ കൂടി പറയാണ്, കാരണം ഇത് ഒന്നിച്ചുള്ളതാണ്. കാരണം കണ്ടില്ലേ, മെട്രിക് സിസ്റ്റം ഹാവിംഗ് ദ ഫോളോയിങ് 7 ബേസിക് യൂണിറ്റ്സ് എന്ന് പറയണ്ട. അപ്പൊ ഇത് ഒന്നിച്ച് പറയുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ഇത് ഒരിക്കൽ കൂടി പറയണം ഇന്റർനാഷണൽ സിസ്റ്റം. അതിന് മുന്നേ നമുക്ക് മേജർ ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സിൽ അക്യോട്ടിക്സ്, ആറ്റോമിക് ഫിസിക്സ്, ബയോഫിസിക്സ്, ക്രയോജനിക്സ്, ഇലക്ട്രോഡൈനാമിക്സ്, ഫ്ലൂയിഡ് ഫിസിക്സ്, ജിയോഫിസിക്സ്, ഹെൽത്ത് ഫിസിക്സ്,
അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിലാന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം എസ് ടൈപ്പ് ടോപ്പിക് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം നല്ല പോയിന്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ അക്യോട്ടിക്സ്, ആറ്റമിക് ഫിസിക്സ്, ബയോഫിസിക്സ്, ക്രയോജനിക്സ്, ഇലക്ട്രോഡൈനാമിക്സ്, ഫ്ലൂയിഡ് ഫിസിക്സ്, ജിയോ ഫിസിക്സ്, ഹെൽത്ത് ഫിസിക്സ്, മാത്തമാറ്റിക്കൽ ഫിസിക്സ്, മെക്കാനിക്സ്, മോളിക്കുലർ ഫിസിക്സ്, ന്യൂക്ലിയർ ഫിസിക്സ്, ഒപ്റ്റിക്സ്, പാർട്ടിക്കിൾ ഫിസിക്സ്, പ്ലാസ്മ ഫിസിക്സ്, ക്വാണ്ടം ഫിസിക്സ്, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, തെർമോ ഡയനാമിക്സ്, ഇത്രയാണ് വരുന്നത്. ജസ്റ്റ് പറഞ്ഞുള്ളൂ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. നമ്മൾ അധികം എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് പറഞ്ഞു പോയിട്ടുള്ളൂ. ഇവരുടെ ഓവർ എക്സ്പ്ലനേഷൻ ഇല്ല. ഇത് കണ്ടില്ലേ, ഇത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാലോ വീഡിയോയില് വളരെ കുറച്ച് കണ്ടില്ലേ, വളരെ കുറച്ചേ ഉള്ളൂ എക്സ്പ്ലനേഷൻ ഒക്കെ. അക്യോട്ടിക്സ് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഇന്റർനാഷണൽ സിസ്റ്റം ഒരിക്കൽ കൂടി നോക്കാം. ഇന്റർനാഷണൽ സിസ്റ്റം ഇൻ 1960 നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി കുറഞ്ഞു വരെയാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയാണ്. ഇന്റർനാഷണൽ സിസ്റ്റം ഇൻ 1960 the General Conference on Weights and Measures gave official status to a single practical system, the International System of Units, abbreviated as SI in all languages. The SI system is a modernized version of the metric system, having the following 7 basic units. Table 3.2 7 basic SI units. Table 3.2 7 basic SI units. Basic unit quantity, symbol, year of adoption. Basic unit quantity, symbol, year of adoption. Meter, unit of length, m 1960. Kilogram, unit of mass, kg 1960. Second, unit of time, s 1948. Ampere, unit of electric current, a 1987. Kelvin, unit of thermodynamic temperature, k 1967. Candela, unit of luminous intensity, cd 1967. Mole, amount of substance, mole 1971. ഇനി അടുത്തത് വരുന്നത് ടേബിൾ 3.3 കോമൺ ഡെറൈവഡ് യൂണിറ്റ്സ് ആണ് വരുന്നത്. ടേബിൾ 3.3 കോമൺ ഡെറൈവഡ് യൂണിറ്റ്സ്. ക്വാണ്ടിറ്റി, ഡെഫിനിഷൻ ഓഫ് ക്വാണ്ടിറ്റി, SI യൂണിറ്റ്സ്. ക്വാണ്ടിറ്റി, ഡെഫിനിഷൻ ഓഫ് ക്വാണ്ടിറ്റി, SI യൂണിറ്റ്സ്. ഏരിയ, സ്ക്വയർ മീറ്റർ, m സ്ക്വയർ. വോളിയം, ക്യൂബിക് മീറ്റർ, m ക്യൂബ്. ഡെൻസിറ്റി, കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ, kg m ക്യൂബ്. സ്പീഡ്, ഡിസ്റ്റൻസ് പെർ യൂണിറ്റ് ടൈം, സെക്കൻഡ്, m സെക്കൻഡ്. ആക്സിലറേഷൻ, സ്പീഡ് ചേഞ്ച്ഡ് പെർ യൂണിറ്റ് ഓഫ് ടൈം, m സെക്കൻഡ് സ്ക്വയർ. ഫോഴ്സ്, മാസ് ടൈം ആക്സിലറേഷൻ ഓഫ് സബ്ജക്റ്റ്, മാസ് ടൈംസ് ആക്സിലറേഷൻ ഓഫ് ഒബ്ജക്റ്റ്, kg m സെക്കൻഡ് സ്ക്വയർ. പ്രഷർ, ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, kg m സ്ക്വയർ സെക്കൻഡ് സ്ക്വയർ. എനർജി, ഫോഴ്സ് ടൈംസ് ഡിസ്റ്റൻസ് ട്രാവൽഡ്, kg m സ്ക്വയർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ നമ്മൾ ടേബിൾ 3.3 കോമൺ ഡെറൈവഡ് യൂണിറ്റ്സ് ആണ് പറഞ്ഞത്. എന്തെങ്കിലും ഇതിലുള്ള തെറ്റുകളുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കാം നമ്മൾ പറഞ്ഞതിൽ. നേരത്തെ മെക്കാനിക്സ് ആണ് നമുക്ക് പറയാനുള്ളത്. മെക്കാനിക്സ് is the field of physics that studies the effects of forces on solids, liquids and gases at rest or in motion. Mechanics can be divided into 2 branches, kinematics and dynamics. Kinematics studies the bodies at rest or in motion at a constant speed and in a constant direction. Dynamics is the study of bodies that undergo a change of speed or direction or both because of forces acting upon them. Another way of classifying mechanics is solid mechanics, which is the study of the motion of rigid bodies and deformable solid bodies and of the forces that cause such motions. Continuum mechanics deals with deformable bodies.
Continuum mechanics deals with deformable bodies such as gases, liquids, and deformable solids. Areas of specialization in continuum mechanics include the theory of elasticity, the study of the reversible deformation of solids, the theory of plasticity, the study of the permanent deformation of solids, fluid dynamics, the study of fluids in motion, aerodynamics, the study of gases in motion around a body, and hydraulics, the study of liquids at rest or in a motion. Continuum mechanics deals with deformable bodies such as gases, liquids, and deformable solids. Areas of specialization in continuum mechanics include theory of elasticity, the study of the reversible deformation of solids, theory of plasticity, the study of the permanent formation of solids, fluid dynamics, the study of fluids in motion, aerodynamics, the study of gases in motion around a body, and hydraulics, the study of liquids at rest or in a motion. ഇനി നമുക്ക് പറയുന്നത് കൈനമാറ്റിക്സ് ആണ്. കൈനമാറ്റിക്സ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് an object is different from the distance it may have traveled. This difference between displacement and distance is shown in figure 3.1. An object moves from A to B along the line AXYB. The distance traveled from A to B is shown by the line AXYB, while the displacement is shown by the vector AB. Velocity, the time rate of change of position. Velocity, the time rate of change of position. Velocity is calculated by dividing the distance traveled by the time taken to cover that distance. Its units are kilometers per hour, miles per hour, or meters per second. Velocity, and sound പോയി. Velocity, the time rate of change of position. Velocity is calculated by dividing the distance traveled by the time taken to cover the distance. Its units are kilometers per hour, miles per hour, or meters per second. V equal ds by dt, where ds equal charge in distance and dt equal charge in time. Here figure കൊടുത്തിട്ടുണ്ട്. Figure 3.1 displacement A B x y A B x y. Figure 3.1 displacement A B x y A B x y. ജസ്റ്റ് വീഡിയോ ഒന്നും കാണിക്കുന്നുള്ളൂ, പ്രത്യേകിച്ച് വലിയൊരു ടോപ്പിക് ഒന്നും പറയാൻ പറ്റില്ല. ഫിഗർ 3.1 ഡിസ്പ്ലേസ്മെന്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഫിഗർ ജസ്റ്റ് കാണിക്കാണ് വീഡിയോയില്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. അടുത്ത ടോപ്പിക് ഫോളോയിങ് ആർ സം നോട്ടബിൾ ഫാക്ട്സ് അബൌട്ട് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടാണ് ഒരു ബോക്സിൽ കൊടുത്തേക്കുന്നത്. നമുക്കത് നോക്കാം. അപ്പൊ ബോക്സിൽ കൊടുത്തേക്കുന്നത് following are some notable facts about velocity. Following are some notable facts about velocity. It is a vector, that is, it has both magnitude and direction. Velocity can be constant or it can be accelerated. Constant or uniform velocity can be determined by simply dividing the distance covered by the time taken to travel that distance. When an object is accelerated, the object's velocity vector changes per unit of time. Acceleration can change the direction of the velocity vector or change the magnitude of the velocity
vector or change both the direction and magnitude of the velocity vector. The velocity of one body relative to another is called its relative velocity. അപ്പോൾ നമ്മൾ പറഞ്ഞ ഫോളോയിങ് ആർ സം നോട്ടബിൾ ഫാക്ട്സ് അബൌട്ട് വെലോസിറ്റി ആണ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. കമ്പോണൻസ് ഓഫ് വെലോസിറ്റി. Components of velocity. Ignoring air resistance, a ball thrown into the air at an angle will travel in a parabolic path. The velocity of the velocity of the ball V has independent vertical VV and horizontal VH components. The horizontal component stays the same for the entire time the ball is in the air, while the vertical component, the only component affected by gravity, changes continuously while the ball is aloft. Components of velocity. Ignoring air resistance, a ball thrown into the air at an angle will travel in a parabolic path. The velocity of the ball V has independent vertical VV and horizontal VH components. The horizontal component stays the same for the entire time the ball is in the air, while the vertical component, the only component affected by gravity, changes continuously while the ball is aloft. ഇനി ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, ഫിഗർ 3.2 കമ്പോണൻസ് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ട്. ഫിഗർ 3.2 കമ്പോണൻസ് ഓഫ് വെലോസിറ്റി. VV, VH. Figure 3.2 components of velocity. VH, VV, VH, VH, VV, VH അത്രേ ഉള്ളൂ. ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. Figure 3.2 components of velocity. Figure. ഇനി അടുത്തത് ആവറേജ് വെലോസിറ്റി. Average velocity. Let us generalize the concept of average velocity. Let us generalize the concept of average velocity. At a time T1, a body is at a point P1 with the coordinate x1, and at a time T2 it is at a point P2 with the coordinate x2. The displacement of the body during the time interval from T1 to T2 is the vector from P1 to P2 with the x component x2 minus x1 and y negative and z negative components equal to 0. The x component of the body's displacement is just the change in the coordinate x, which we write in a more compact way as x equal x2 minus x1. Average velocity. Let us generalize the concept of average velocity. At time T1, a body is at the point P1 with the coordinate x1, and at time T2 it is at point P2 with the coordinate x2. The displacement of the body during the time interval from T1 to T2 is the vector from P1 to P2 with x component x2 minus x1 and y negative and z negative components equal to 0. The x component of that body's displacement is just the changes in the coordinate x, which we write in a more compact way as x equal x2 minus x1. Note
it means ഒരിക്കൽ കൂടി പറയാണ് നോട്ട് it means a change in quantity calculated by subtracting the initial value from the final value. It is not the product of t and x. It is a single symbol representing change in the quantity x. Likewise, we write the time interval from t1 to t2 as t equal t1 minus t1. Note that x and t always means the final value minus the initial value, never the reverse. We can now define the x component of the average value more precisely. It is the x component of the displacement x divided by the time interval t during which the displacement occurs. We represent this quantity by the letter v with the subscript av to signify average value. VAR equal x2 minus x1 by t2 minus t1 equal x by t. VAR equal x2 minus x1 by t1 minus t1. ഒരിക്കൽ കൂടി പറയണം. VAR equal x2 minus x1 t2 minus t1 equal x by t. VAR equal x2 minus x1 t2 minus t1 equal x by t. നമ്മളിത് പറഞ്ഞത് തെറ്റുണ്ട്. നമ്മൾ ആവറേജ് വാല്യൂ പറഞ്ഞതിൽ വേറെ ഒന്നല്ല, നമുക്ക് സൈൻ പറയാൻ പറ്റിയിട്ടില്ല. എക്സ് ടി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈക്വൽ എക്സ് ബൈ ടി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഭാഗത്തുള്ള സൈൻ എനിക്കത് പറ്റുന്നില്ല പറയാൻ. അപ്പൊ ദയവേത് ക്ഷമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ആവറേജ് വെലോസിറ്റിയിൽ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇതിലുള്ള തെറ്റുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം എന്നുള്ളതും പ്രത്യേകം പറയാണ്. ഇനി ഈ ഫിഗറാണ് നോക്കാനുള്ളത്. ആവറേജ് വെലോസിറ്റിയിൽ ഫിഗർ 3.3 ആവറേജ് വെലോസിറ്റി. ഫിഗർ 3.3 ആവറേജ് വെലോസിറ്റി. One, two, 3, 4, 5 t, t1, t2, t2 minus t1 equal dt. 1, 2, p1 സോറി ട്ടോ, അത് നമ്മൾ പറഞ്ഞ് തെറ്റിപ്പോയി. ഇത് p1 ഉം p2 ആണ്. ഞാൻ 1, 2 എന്നുള്ള രീതിയിലാണ് വായിച്ചത്. നമുക്ക് ഒരിക്കൽ പറയാം, ശരിയായില്ല പറഞ്ഞത്. ഫിഗർ 3.3 ആവറേജ് വെലോസിറ്റി. 0, 1, 2, 3, 4, 5 t1, t2, t. t2 minus t1 equal dt. x2 minus x1 equal dx. p1, p2, x1, x2, x. Figure 3.3 average velocity. 0, 1, 2, 3, 4, 5 t, t1, t2, t2 minus t1 equal dt. x2 minus x1 സമം dx. പിന്നെ p1, p2, x1, x2, x. അപ്പൊ ഈ ഫിഗറൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കാം. നമുക്ക് ഇത്രയൊക്കെ പറയാൻ അറിയുള്ളൂ, എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയുള്ളൂ. ദയവേത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഈ ഫിഗറൊന്ന് ഓർത്ത് വെക്കാം. ഫിഗർ 3.3 ആവറേജ് വെലോസിറ്റി. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. സൈഡിലെ ടോപ്പിക്സ് ഉണ്ട്, ഇതിൽ നോക്കിയാൽ തന്നെ അറിയാം. മീറ്റർ, ദ സോഴ്സ് ഓഫ് ഓൾ മെട്രിക് യൂണിറ്റ്സ്. അതിന് മുന്നേ ഉള്ളൊരു ടോപ്പിക് ഉണ്ട്, കറന്റ് ആൻഡ് ഫ്യൂച്ചർ ഫിസിക്സ്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആവറേജ് വെലോസിറ്റിയിൽ ഒരു 2 ലൈനും കൂടി വരുന്നുണ്ട് അടുത്ത പേജിലാണ്. നമുക്ക് അത് നോക്കാം. അതിനുശേഷം നമുക്ക് കറന്റ് ആൻഡ് ഫ്യൂച്ചർ ഫിസിക്സ് പറയാം. അടുത്ത പേജിലാണ്. ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് അടുത്ത ഇതിലേക്ക് സെറ്റ് ചെയ്തേക്കുന്നത്, അടുത്ത പേജിലോട്ട്. Therefore we define the average velocity as a vector
quantity whose x component is the change in x divided by the time interval. Therefore, we define the average velocity as a vector quantity whose x component is the change in x divided by the time interval. നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. നമുക്ക് നോക്കാം കറന്റ് ആൻഡ് ഫ്യൂച്ചർ ഫിസിക്സ്. കറന്റ് ആൻഡ് ഫ്യൂച്ചർ ഫിസിക്സ്. Physics continues to be extended in many directions. The evaluation of complex systems and the development of order are the current areas of concern. The relationship between the early universe and the properties of subatomic particles is another active field of study. Attempts to replace quantum field theory by some new description are under serious consideration. The hope that they will allow general relativity to be merged with the quantum theory. At the same time, new experimental techniques such as the scanning, tunneling, microscope are enabling physicists today to observe matter at the atomic level. കറന്റ് ആൻഡ് ഫ്യൂച്ചർ ഫിസിക്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് മീറ്റർ ദ സോഴ്സ് ഓഫ് ഓൾ മെട്രിക് യൂണിറ്റ്സ് നോക്കാം. മീറ്റർ ദ സോഴ്സ് ഓഫ് ഓൾ മെട്രിക് യൂണിറ്റ്സ്. മീറ്റർ ദ സോഴ്സ് ഓഫ് ഓൾ മെട്രിക് യൂണിറ്റ്സ്. All metric units were originally derived from the meter, but by 1900 the metric system began to be based on the MKS, meter kilogram second system, by which the unit of mass, the gram, was redefined as the kilogram, and the unit of time, the second, was added. Later, a unit of the electromagnetic system, the ampere, was added to form the MKSA, meter kilogram second ampere system. Because of the need of science for small units, the CGS, centimeter gram second system, also came into use. All metric units were originally derived from the meter, but by 1900 the metric system began to be based on the MKS, meter kilogram second system, by which the unit of the mass, the gram, was redefined as the kilogram, and the unit of time, the second, was added. Later, a unit of the electromagnetic system, the ampere, was added to form the MKSA, meter kilogram second ampere system. Because of the need of science for small units, the CGS, centimeter gram second system, also came into use. Meter the source of all metric units ആണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. ഇനി നമുക്ക് പറയുന്നത് ആക്സിലറേഷൻ. Acceleration is defined as the time rate of change of velocity, that is the change of velocity divided by the time interval during the change. Acceleration may be measured in such units as meters per second or feet per second. Therefore, acceleration, also known as linear acceleration, is the rate at which the velocity of an object changes per unit of time, dv by dt. ഇനി ബോക്സിൽ കൊടുത്തേക്കുന്നത് നമുക്കത് നോക്കാം. Properties of acceleration are as follows. Acceleration is a vector, that is, it has both magnitude and direction. Acceleration is uniform if the rate of change of an object velocity is the same over successive and equal time intervals. For example, an object that is released and allowed to fall
freely towards the ground is accelerated uniformly. An object tied to a string and swung at a constant speed in a circle above a person's head is also accelerated uniformly. Here the acceleration vector points along the string toward the person's hand. Angular acceleration is the rate at which the rate of rotation of a spinning object changes per unit time. A decrease of the velocity of an object over time is called negative acceleration or deceleration. For example, when a car brakes while approaching a stop sign, it decelerates. Both acceleration and deceleration can be variable, changeable, as well as uniform. A decrease of the velocity of an object over time is called negative acceleration or deceleration. For example, when a car brakes while approaching a stop sign, it decelerates. Both the acceleration and deceleration can be variable, changeable, as well as uniform. The properties of acceleration are as follows. എന്നുള്ളത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക എന്നുള്ള പ്രത്യേകം പറയാണ്. ചില വേർഡ്സ് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, വളരെ എന്താ പറയാ എഫേർട്ട് എടുത്താണ് പറയുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് ദയവേത് ക്ഷമിക്കണം നമുക്ക് പറയാനാവുള്ളൂ. പരമാവധി നമ്മള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് പെർഫെക്റ്റ് ആയ രീതിയിലോട്ട് വരുന്നില്ല. അപ്പൊ നമുക്ക് ഇനി അടുത്തത് പറയാനുള്ളത് ആവറേജ് ആക്സിലറേഷൻ ആണ്. അപ്പൊ നമുക്ക് നോക്കാം ആവറേജ് ആക്സിലറേഷൻ. ഇനി നമുക്ക് പറയുന്നത് ആവറേജ് ആക്സിലറേഷൻ ആണ്. ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു സൈൻ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ ഒരു ടോപ്പിക്ക് പറഞ്ഞപ്പോ ഉള്ള സൈൻ തന്നെയാണ്. ഇതുണ്ടില്ലേ, ഒരു ത്രികോണം മോഡല്. എനിക്കത് അറിയില്ല പറയാൻ ആ സൈൻ എന്താന്നുള്ളത്, അതുള്ള കാര്യം തുറന്നു പറയണം. അപ്പൊ ദയവേത് ക്ഷമിക്കണം നമുക്കത് പറയാൻ സാധിക്കാത്തതിന്. നമ്മള് എല്ലാ കാര്യം കറക്റ്റായിട്ട് തുറന്നു പറഞ്ഞു പോകുന്നത് എല്ലാം കൊണ്ട് നല്ലതായിരിക്കും, അതുകൊണ്ട് പറയുന്നുള്ളൂ. ഞാൻ ഈ ഇങ്ങനത്തുള്ള ടോപ്പിക്സുമായിട്ട് നമുക്കധികം റിലേറ്റഡ് അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇങ്ങനത്തെ ഈ ടൈപ്പ് ടോപ്പിക്സ് ഒക്കെ നമുക്ക് ഇത്രേ സാധിക്കുള്ളൂ പറയാനൊക്കെ. അപ്പൊ ഒന്ന് മനസ്സിലാക്കുക ദയവായിട്ട്. ഞാനത് ഒന്നും പറയാതെ വേണമെങ്കിൽ എനിക്ക് ടോപ്പിക്ക് എടുത്തു പോവാ, പക്ഷെ അത് ഈ സൈൻ കറക്റ്റായിട്ട് പറയാനുള്ള കടമയുണ്ട്. അതുകൊണ്ടാണ് ഞാനിതിപ്പോ അതിൻ്റെതായ പ്രാധാന്യത്തോടുകൂടി പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ആവറേജ് ആക്സിലറേഷൻ. പിന്നെ യൂട്യൂബ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോ ഈ ഒരു കാര്യം മതി, നമ്മളാ എന്താ പറയാ ഉപദ്രവിച്ചുകൊണ്ട് വീഡിയോ ഇറക്കലും അതുപോലെ തന്നെ എന്താ പറയാ കമന്റ്സ് ഇടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്റെ ഭാഗത്തുനിന്ന് പറയാനുള്ള ഞാൻ എന്തായാലും പറഞ്ഞു, അല്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് പറയുന്നുള്ളൂ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെങ്കിലും ഞാൻ കറക്റ്റ് ആയിട്ട് പറയാറുണ്ട്. ചില ഭാഗത്തൊക്കെ വരുമ്പോ അതൊക്കെ നമ്മൾ പറഞ്ഞു പോവാറുണ്ട്. ഇതും നമ്മൾ അങ്ങനെ പറയേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞുള്ളൂ. നിങ്ങളുടെ ഒരു കംഫർട്ടബിൾ ആണ് നമ്മുടെ പ്രധാനം. നിങ്ങൾക്ക് വീഡിയോ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഞാനത് കറക്റ്റായിട്ട് പറഞ്ഞു പോവുകയും വേണം. അതാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഒരിക്കലും ഞാൻ എൻ്റെ ഒരു എന്താ പറയാ സൗകര്യം കാര്യങ്ങൾ നോക്കി വീഡിയോ ചെയ്യുന്ന പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്കിത് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മള് എന്താ പറയാ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയും. എന്തെങ്കിലും നമ്മുടെ പ്രത്യേകതയാണ് അത്. എല്ലാം കൊണ്ടത് കംഫർട്ടബിൾ ആണത് പറയുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ ഒരു അഭിപ്രായം. അത്രേ ഉള്ളൂ. ഞാൻ അതിന് ടൈം കളയുന്നില്ല. ഇതൊക്കെ പറഞ്ഞ് നമുക്ക് നോക്കാം. Average acceleration. Let us consider again the motion of a body along x-axis. Suppose that at a time t1 the body is at point p1 and has x component of instantaneous velocity v1, and at a later time
T2, it is at point P2 and has x component of velocity V2. It is seen that the x component of velocity changes by an amount dV equal V2 minus V1 during the time interval dt equal T2 minus T1. We define the average acceleration AAV of the body as it moves from P1 to P2 to be a vector quantity whose x component of velocity V. The change in the x component of velocity divided by the time interval t. VAR equal x2 minus x1 by t2 minus t1 equal x by t. സൈൻ പറഞ്ഞിട്ടില്ല നമ്മള് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ instantaneous acceleration equals the instantaneous rate of change of velocity with the time. In the language of calculus, the instantaneous acceleration is the limit of the average acceleration as the time interval approaches 0. A equal lim v by t equal dv by dt. A equal lim v by t equal dv by dt. ഇനി നമുക്ക് സൈഡിലെ ടോപ്പിക്സ് ഉണ്ട്. CGS സിസ്റ്റം ഉണ്ട്, SI സിസ്റ്റംസ്, എ കോഹിറന്റ് സിസ്റ്റം എന്ന് പറഞ്ഞ ടോപ്പിക് ഇതിന്റെ താഴെയും വരുന്നുണ്ട്. നമുക്ക് ഇനി അത് നോക്കാം. അതിനുശേഷം ഫ്രീലി ഫാളിങ് ബോഡീസ് ആണ് പറയാനുള്ളത്. പിന്നെ അതിനുശേഷം പറയുന്ന ടോപ്പിക്സ് നമുക്ക് നോക്കാം. CGS സിസ്റ്റം. CGS system is also known as centimeter gram second system. A metric system based on the centimeter, C for length, the gram, G for mass, and the second, S for type. It is derived from the meter kilogram, second or MKS system, but uses certain special designations such as the dyne for force and the ERG for energy. It has generally been employed where small quantities are encountered, as in physics and chemistry. Most countries have converted or are in the process of converting their local systems of weights and measures to the metric system. Some old terms, however, may continue to be in use. CGS system. CGS system is also known as centimeter gram second system. A metric system based on the centimeter, C for length, the gram, G for mass, and the second, S for time. It is derived from the meter kilogram second or MKS system, but uses certain special designations such as the dyne for force and the ERG for energy. It has generally been employed where small quantities are encountered, as in physics and chemistry. Most countries have converted or are in the process of converting their local systems of weights and measures to the metric system. Some old terms, however, may continue to be in use. CGS സിസ്റ്റം ആണ് നമ്മൾ പറഞ്ഞത്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത SI സിസ്റ്റം കൊഹിറന്റ് സിസ്റ്റം ആണ് ഇനി പറയാൻ പോകുന്നത്. അത് നോക്കാം. SI system, a coherent system. SI system, a coherent system. One feature of SI is that it is a coherent system. That is, derived units are expressed as products and ratios of the base, supplementary and other derived units without numerical factors. This results in some units being too large for ordinary use and others too small. To compensate, the prefixes developed for the metric system have been borrowed and expanded. These prefixes are used with all three types.
of units, base, supplementary and derived. Examples are millimeter, mm, kilometer, or km, h, megawatt, m, w, and picofarad, pf. Because double prefix are not used, and because the base unit kilogram already contains a prefix. Prefixes are not used with kilogram, although they are used with gram. The prefixes hecto, deca, deci, and centi are used only rarely, and then usually with meter to express areas and volumes. Because of established usage, the centimeter is written for body measurements and clothing. Certain units that are not part of SI are used so widely that it is impractical to abandon them. One feature of SI is that it is a coherent system. That is, derived units are expressed as products and ratios of the base, supplementary, and other derived units without numerical factors. This result in some units belong too large for ordinary use and others too small. To compensate, the prefix developed for the metric system have been borrowed and expanded. These prefixes are used with all three types of units: base, supplementary, and derived. Examples are millimeter, mm, kilometer, or km, h, megawatt, m, w, and picofarad, pf. Because double prefixes are not used, and because the base unit kilogram already contains a prefix, prefixes are not used with kilogram, although they are used with gram. The prefixes hecto, deca, deci, and centi are used only rarely, and then usually with meter to express areas and volumes. Because of established usage, the centimeter is written for body measurements and clothing. Certain units that are not part of SI are used so widely that it is impractical to abandon them. Because of established usage, the centimeter is retained for body measurements and clothing. Certain units that are not part of SI are used so widely that it is impractical to abandon them. One feature of SI is that it is a coherent system. That is, derived units are expressed as products and ratios of the base, supplementary, and other derived units without numerical factors. This results in some units being too large for ordinary use and others too small. To compensate, the prefixes developed for the metric system have been borrowed and expanded. These prefixes are used with all three types of units: base, supplementary, and derived. Examples are millimeter, mm, kilometer, or km, h, megawatt, mw, and picofarad, pf. Because double prefixes are not used, and because the base unit kilogram already contains a prefix, prefixes are not used with kilogram, although they are used with gram. The prefixes hecto, deca, deci, and centi are used only rarely, and then usually with meter to express areas and volumes. Because of established usage, the centimeter is retained for body measurements and clothing. Certain units that are not a part of SI are used so widely that it is
impractical to abandon them. In cases where their usage is already well established, certain other units are allowed for a limited time, subject to future review. They are the nautical mile, cannot, angstrom, standard atmosphere, hectare, and bar. In cases where their usage is already well established, certain other units are allowed for a limited time, subject to future review. They are the nautical mile, cannot, angstrom, standard atmosphere, hectare, and bar. ഇനി നമുക്ക് പറയാനുള്ളത്, അപ്പൊ നമ്മളെ SI സിസ്റ്റംസ്, കൊഹിറന്റ് സിസ്റ്റം പറഞ്ഞ് കുറെ തവണ പറഞ്ഞിട്ടുണ്ടത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയണത് ഫ്രീലി ഫാളിംഗ് ബോഡീസ് ആണ്. ഫ്രീലി ഫാളിംഗ് ബോഡീസ്. Free fall is the common term for any motion that, in theory, is determined solely by gravitational forces, when the effect of air can be neglected. All bodies at a particular location fall with the same downward acceleration, regardless of the size or weight. The distance of the fall is small compared to the radius of the earth. The acceleration is constant. Examples are the moon's motion around the earth and an object dropping to the earth's surface. ഫ്രീലി ഫാളിംഗ് ബോഡീസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്തത് ടൈപ്സ് ഓഫ് മോഷൻ ആണ് പറയുന്നത്. ടൈപ്സ് ഓഫ് മോഷൻ. Several special types of motion are described below. Motion with uniform velocity. In the simplest case, the velocity might be zero. Position would not change during the time interval with constant velocity. The average velocity is equal to the velocity at any particular time. If time t is measured with a clock starting at t equals 0, then the distance d traveled at constant velocity v is equal to the product of velocity and time s equal vt. The graph of constant velocity against time is shown in figure 3.4. Figure 3.4 motion with uniform velocity. Figure 3.4 motion with uniform velocity. 0 t v area equal vt equal s. Figure 3.4 motion with uniform velocity. T O V area equal VT equal S. Area equal VT equal S. ഇതൊന്ന് ഓർത്ത് വെക്കാം. ഫിഗർ 3.4 മോഷൻ വിത്ത് യൂണിഫോം വെലോസിറ്റി എന്നുള്ള ഫിഗർ. ഇനി നമുക്ക് പറയുന്നത് മോഷൻ വിത്ത് ചേഞ്ചിങ് വെലോസിറ്റി. In the second special type of motion, acceleration is constant because the velocity is changing. Instantaneous velocity or the velocity at a given instant must be defined. For constant acceleration, starting with 0 velocity, v equals 0, at t equals 0, the instantaneous velocity at time t is v equal at at. The distance traveled during this time is d equal y/at square. An important feature revealed in this equation is the dependence of distance on the square of the time t2 or t and t. T square or t and t. Motion with changing velocity. In the second special type of motion,
Acceleration is constant because the velocity is changing. Instantaneous velocity or the velocity at a given instant must be defined. For constant acceleration, a starting with zero velocity v equals 0 at t equals 0, the instantaneous velocity at a time t is v equal at. The distance traveled during the distance traveled during this time is d equal y at square. An important feature revealed in this equation is the dependence of distance on the square of the time t square or t and t. ഇതിൽ ഫിഗർ ഉണ്ട്, ഫിഗർ 3.5 മോഷൻ വിത്ത് ചേഞ്ചിങ് വെലോസിറ്റി. മോഷൻ വിത്ത് ചേഞ്ചിങ് വെലോസിറ്റി ടി പി ഡി വി ടി ഡി ടി വി. Figure 3.5 motion with changing velocity t v p dv dt t v p dv dt. Figure 3.5 motion with changing velocity v p dt dv. ഇത്രയാണ് ഇതിൽ വരുന്നത്. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കാം. ഫിഗർ 3.5 മോഷൻ വിത്ത് ചേഞ്ചിങ് വെലോസിറ്റി എന്നുള്ള ഫിഗർ. ഈ ഒരു ബോക്സിൽ കൊടുത്തേക്കുന്നത് നമ്മൾ പറയാൻ പോകുന്നത് ഇക്വേഷൻസ് ഫോർ മോഷൻ with uniform acceleration. Equations for motion with uniform acceleration. Equations for motion with uniform acceleration. If the acceleration is uniform, the following equations will apply to its motion. Average velocity v plus u by 2, a equal v minus u by t, s equal ut plus 1 by 2at square, v square equal u square plus 2as, where u is the initial velocity, v the final velocity, a the acceleration and s is the displacement. If the acceleration is uniform, the following equations will apply to its motion. Average velocity v plus u by 2, a equal v minus u by t, s equal ut plus 1 by 2at square, v square equal u square plus 2as, where u is the initial velocity, v the final velocity, a the acceleration and s is the displacement. Where u is the initial velocity, v the final velocity, a the acceleration and s is the displacement. Equations for motion with uniform acceleration നമ്മൾ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കാണ്. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് പറയാം. വെലോസിറ്റി ടൈം ഗ്രാഫ്സ് ആണ് ഇനി പറയാനുള്ളത്. കുറെ ഉണ്ട്. കോൺസ്റ്റന്റ് വെലോസിറ്റി, കോൺസ്റ്റന്റ് ആക്സിലറേഷൻ, കോൺസ്റ്റന്റ് റിട്ടാർഡേഷൻ, ഒബ്ജക്റ്റ് ത്രോൺ അപ്വേർഡ്സ്, വൺ ബൗൺസ്, ഇറാഗുലർ മോഷൻ. ഇത് 3.6 വെലോസിറ്റി ടൈം ഗ്രാഫ്സ്. പിന്നെ ഇമ്പോർട്ടന്റ് യൂണിറ്റ്സ് ഇൻസ്റ്റാന്റേനിയസ് വെലോസിറ്റി, ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് വെലോസിറ്റി, പ്രൊജക്ടൈൽ മോഷൻ. ഫിഗർ 3.7 പ്രൊജക്ടൈൽ മോഷൻ. ഇമ്പോർട്ടന്റ് സ്കാലർ ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്, സർക്കുലർ മോഷൻ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, angular velocity, centripetal force, centrifugal force, dynamics. ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു.
ഇപ്പൊ നമ്മൾ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നത് ജനറൽ സയൻസും ഫിസിക്സ്, അത് മറക്കരുത്. നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ഇതിലുള്ള തെറ്റുകൾ ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു, പ്രത്യേകിച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കിന്. കാരണം ഇപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ എന്താ പറയാ, അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ഉണ്ട് നമ്മളെടുത്ത ടോപ്പിക്കിലൊക്കെ. അപ്പൊ തെറ്റ് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ആണ് നമ്മൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറയുന്നത്. ഒരുപാട് വേർഡ്സ് ഒന്നും ഇല്ല, എന്നാൽ അത്യാവശ്യം നിങ്ങൾക്കത് വീഡിയോ വാച്ച് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും എന്തായാലും. അപ്പം അതൊക്കെ ഒന്ന് ദയവായി ശ്രദ്ധിക്കാം. പിന്നെ എന്ത് തന്നെയായാലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തായാലും ഉണ്ടാവും, ഞാൻ പറയണതിലെല്ലാം ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ എടുത്തത് പറയുന്നത്. അപ്പൊ ദയവേത് നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണം, സഹകരിക്കണം, അത്ര നമുക്ക് പറയാനുള്ളൂ. പിന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പൊ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം, ഒരിക്കലും മറക്കരുത്. പിന്നെ ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യും, സോങ്സ് ഒക്കെ മിക്സ് ചെയ്ത് വീഡിയോ എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എഡിറ്റ് ചെയ്തതിന് ശേഷം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ കോൺസെൻട്രേഷൻ എന്തെങ്കിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ദയവേത് എന്നോട് ക്ഷമിക്കണം എന്നുള്ളതും പ്രത്യേകം പറയാണ്. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രി എടുക്കണം എന്നുള്ള പ്രത്യേകത ഉണ്ട്. അപ്പൊ CCTV വേണ്ടി നല്ല രീതിയിൽ വീഡിയോ ഉപകരിക്കുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ സമയം 2:30 ആവാറായിട്ടുണ്ട്. അപ്പൊ നമ്മള് കുറച്ച് ബുദ്ധിമുട്ടിയൊക്കെ ആണ് ഈ വീഡിയോ എടുക്കുന്നത്. നിങ്ങൾക്കറിയാലോ, എന്തായാലും രാത്രി വീഡിയോ എടുക്കാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. നമ്മുടെ ഉറക്കം കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. എന്തായാലും CCTV നല്ല രീതിയിൽ വീഡിയോ ഉപകരിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എന്തെങ്കിലും നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും പോരാന്ന് എനിക്കറിയാം. CCTV എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇത്രയൊന്നും പറഞ്ഞാൽ പോരാ, കുറേയും കൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇത്രേ പറയാനുള്ള സാഹചര്യം ഉള്ളൂ, ടൈമില്ല നമുക്ക് ഒരുപാടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പൊ നമുക്ക് ഈ സാഹചര്യത്തിനനുസരിച്ച്, സിറ്റുവേഷൻസിന് അനുസരിച്ച് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരുപാട് പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ പറയില്ല, എന്നാലും നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കണം എന്നുള്ളൊരു ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം നമുക്കുണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം. അത്രേ ഉള്ളൂ. കൂടുതൽ നമ്മൾ നമ്മുടെ വീഡിയോസിനെ കുറിച്ച് അങ്ങനെ ഭയങ്കര പ്രതീക്ഷയൊന്നും തരുന്നില്ല. അപ്പൊ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവേത് സഹകരിക്കുക, ആ ഒരു വാക്കേ നമുക്ക് പറയാനുള്ളൂ, ക്ഷമിക്കുക, ഇത്ര നമുക്ക് പറയാനുള്ളൂ. അപ്പൊ നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും, ഇപ്പൊ സോങ്സ് ഒക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോസ് ഒക്കെ നിങ്ങൾ വാച്ച് ചെയ്യാം. ഞാൻ ഒരുപാട് ഇനി സംസാരിക്കുന്നില്ല, കാരണം മൈക്ക് ഓഫായി പോകണ അവസ്ഥയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി അധികം നമുക്ക് പറയാനില്ല. എന്തായാലും CCTV വേണ്ടി നല്ല രീതിയിൽ പഠിക്കുക, ടെൻഷൻ ഫ്രീ ആയിട്ട് പഠിക്കുക, നല്ല സന്തോഷത്തോടുകൂടി പഠിക്കുക, അത്ര നമുക്ക് പറയാനുള്ളൂ. മനസ്സ് ഫ്രഷ് ആയിരിക്കുമ്പോൾ പഠിക്കാം. അപ്പൊ അതൊക്കെയാണ് നമുക്ക് CCTV എന്നുള്ള രീതിയിൽ, എക്സാം എന്നുള്ള രീതിയിൽ നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ IAS ഒക്കെ എന്താ പറയാ, നിങ്ങളുടെ കൈകളിൽ തന്നെ വന്ന് ചേരും തന്നെ പറയാം. നല്ലൊരു സ്വസ്ഥതയുള്ള മനസ്സുമായിട്ട് നമ്മൾ പഠിക്കുക, മുന്നോട്ട് പോവുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അത് നിങ്ങളുടെ മനസ്സിൽ ദയവേത് വെക്കണം എന്നുള്ളത് നമ്മൾ പ്രത്യേകം പറയാണ്. നമ്മൾ ഒരിക്കലും ടെൻഷൻ അടിച്ചൊന്നും പഠിക്കാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ പേരിന്റെ ഒപ്പം IAS ഒക്കെ എന്താ പറയാ പറയാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ, പേരിന്റെ ഒപ്പം ചേർത്ത്. അതും ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പൊ അതൊക്കെ ജീവിതത്തിൽ സഫലമാവട്ടെ. അപ്പൊ നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.